ഇന്നലെ എന്താ ഡിസ്കസ് ചെയ്തേ? മാർക്കറ്റിംഗ് ചാനൽസ്, ടൂൾസ്. ഓക്കെ, മാർക്കറ്റിംഗ് ടൂൾസും മാർക്കറ്റിംഗ് ചാനൽസും ആയിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നെ. ലാസ്റ്റ് CR പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച്. ഓക്കെ. അപ്പൊ CRMന്റെ ഒരു പാർട്ട് വന്നപ്പോ ടൂൾസ് വന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് CRM എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തന്നുള്ളേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ എന്താണ് സെയിൽസ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്താണ് സെയിൽസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഫെമിത, സെയിൽസിനെ പറ്റിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ, നമ്മൾ എന്താ സെയിൽസ് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുമില്ല. ഉണ്ടോ ഹന? സെയിൽസ് എന്താന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഓരോരുത്തരും ചോദിച്ചിട്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റില് പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. ഫസ്റ്റ് സാർ സെയിൽസ് മാർക്കറ്റിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് സെയിൽസ്, എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ള ജസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ. സോ അഗൈൻ ചോദിക്കുന്നു, എന്താണ് സെയിൽസ് എന്ന് പറഞ്ഞാല്? ബട്ട് മാർക്കറ്റിംഗ് ആണ് ഫോക്കസ്. ഓക്കെ, മാർക്കറ്റിംഗ് പാർട്ട് ഉണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സെയിൽസിലോട്ട് തിരിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ തിരിയാണ്. മാർക്കറ്റിംഗ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തൊന്നല്ല, നിങ്ങൾക്ക് സെൽഫ് ലേണിംഗിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെയിൽസ് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളുടെ മൈൻഡ് നോക്കൊന്ന് പോട്ടെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ലാഗ് അടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അന്ന് നമ്മൾ പഠിക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്നും കൂടെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കും. ഓക്കെ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ. ഷെരീഫ, ഫെമിത ഓക്കെ ട്രാവലിംഗിലാണ്. ഷംന, അസ്ന, ഫർസാന, ഇസാന ക്യാമറ ഓൺ ചെയ്തേ. സാറേ പുറത്താണ്, ക്യാമറ ഓൺ ചെയ്യണോ? വേണ്ട, പുറത്താണെന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്യണമെന്നില്ല. ഓക്കെ, താങ്ക് ബാക്കി യു. പുറത്തല്ലാത്ത ആൾക്കാരെല്ലാരും ക്യാമറ ഓൺ ചെയ്തോളി. നിങ്ങൾക്ക് എപ്പോഴും സ്റ്റേജ് ഫിയർ, പബ്ലിക് സ്പീക്കിംഗ് ഫിയർ ഉള്ള ആൾക്കാരാ? ഒറ്റ സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, എന്താ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിസാന ആദ്യത്തെ ക്ലാസ് മുതലേ ഉണ്ടല്ലോ. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൊഡക്ട്സ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് മണി. ഓക്കെ, അതല്ലാതെ എനിക്ക് രണ്ട് ആൻസർ കൂടെ വേണം. ഹിസാന പറഞ്ഞോ. ആ ഓക്കെ, ഇന്ന് ഫാറൂഖ് വന്നിട്ടില്ല അല്ലെ? ഓക്കെ, ഫസീല എന്താ സെയിൽസ് എന്ന് പറഞ്ഞ? കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനങ്ങൾ അവരിലേക്ക് എത്തിക്കുക. ഓക്കെ, ദെൻ ഒറ്റൊരു ആൻസർ കൂടെ. നസാഫ്. ഉൽപ്പന്നങ്ങൾ അത് വിറ്റുപോകുന്ന അറിഞ്ഞില്ലല്ലോ. എങ്ങനെ പ്രൊഡക്റ്റ് കച്ചവടാക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, എല്ലാവരും എഴുതിക്കോ, വാട്ട് ഈസ് സെയിൽസ് എന്ന് എഴുതിക്കോ. വാട്ട് ഈസ് സെയിൽസ്? സെയിൽസ് എന്നുള്ള ഹെഡിങ് കൊടുക്കാം. വാട്ട് ഈസ് സെയിൽസ്? എന്നിട്ട് ഞാൻ ചാറ്റ് ബോക്സിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആൻസർ ഇട്ടിട്ടുണ്ട്, അതും എല്ലാവരും എഴുതിക്കോ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയണം കേട്ടോ.
എഴുതിയോ? എന്താണ് സെയിൽസ് എന്നുള്ളത് എഴുതിയോ? യെസ്, സെയിൽസ് എന്താന്നുള്ളത് എഴുതി. ആ എഴുതിയത് എന്താന്ന് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല, പറഞ്ഞോ. നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായി? അതെ, ഞാനൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അതെല്ലാവർക്കും വാട്ട് ഈസ് സെയിൽസ് എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതാൻ ഞാൻ പറഞ്ഞു. അതിന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കസ്റ്റമർക്ക് എന്താ വേണ്ടത് എന്ന് മനസ്സിലാക്കി കസ്റ്റമർക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് മാത്രമാണോ? ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യ്. എല്ലാവരും നിങ്ങളുടെ എല്ലാവരും ഗൂഗിൾ എടുക്കുന്നു, ബാക്ക് അടിച്ചിട്ട് ഗൂഗിൾ എടുക്കുന്നു. ഗൂഗിൾ എടുത്തതിന് ശേഷം വാട്ട് ഈസ് സെയിൽസ് എന്ന് അടിക്കുന്നു. വാട്ട് ഈസ് സെയിൽസ്? അടിച്ചോ? ഫസീലക്ക് എന്താ കിട്ടിയ വാട്ട് ഈസ് സെയിൽസ് എന്ന് അടിച്ചപ്പോ? എനിക്ക് കിട്ടിയത് സാറിതായിരുന്നു ഒന്നുകൂടി സിമ്പിള്. എന്താ പറഞ്ഞോ? സെയിൽസ് ഫണ്ടമെന്റലി മീൻസ് ദ ആക്ട് ഓഫ് എക്സ്ചേഞ്ചിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫോർ മണി. ഭയങ്കര സിമ്പിൾ ആയല്ലോ. അല്ല, അതിന്റെ ശേഷം പിന്നെ കുറെ ഉണ്ട്. ഓക്കെ, വായിക്കണോ? വേണ്ട വേണ്ട, ആ ഫസ്റ്റ് ഉള്ള ആ ഒരു സാധനം മാത്രം മതി. ഹന, സാറിന്റെ തന്നെയാണ് സിമ്പിൾ, ഇത് കുറച്ചുണ്ട്. ഞാൻ വായിച്ചു. ദ ആക്ട് ഓർ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ്, സർവീസസ് ഓർ അസറ്റ്സ് ഫോർ മണി ഓർ അതർ കോമ്പൻസേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. Sales is the process of guiding a prospective customer through a journey to identify their needs and offering a product or service as a solution. ഓക്കെ, നിങ്ങൾ 3 പേരും പറഞ്ഞത് 3 അല്ലേ? പക്ഷെ 3 എത്തുന്നത് ഒരു പോയിന്റിലോട്ടാ. 3 പേരും പറഞ്ഞത് 3 പക്ഷെ 3 പേരും എത്തുന്നത് ഒരു പോയിന്റാ. Sales are activities that helps people and business to exchange goods and service for money. The process of involves of finding a customer, understanding their needs and offering it. Okay, finding a customer എന്ന് പറയുന്നത് ലൈക്ക് സെയിൽസിൽ ഒരു പാർട്ടാണ് വെച്ചൊരു പാർട്ട് മാത്രമാണ്. ഓക്കെ, അല്ലാതെ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പാർട്ട് കംപ്ലീറ്റ്ലി എന്തല്ല, സെയിൽസ് അല്ല, ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ തട്ടില്ലേ, സെയിൽസ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ കസ്റ്റമർ വാണ്ട്സ് ആൻഡ് ഹെൽപ്പിംഗ് ദം ടു ബൈ ദ റൈറ്റ് സൊല്യൂഷൻ. അതായത് കസ്റ്റമറുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവർക്കൊരു പ്രൊഡക്റ്റ് മേടിക്കാൻ അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് ആണ്. ഇത് തന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെയിൽസ് എന്താന്നുള്ളത് പഠിച്ചിട്ട് പോവുക. ദെൻ സെയിൽസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് അറിയോ? ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് എന്താണെന്നറിയോ? സെയിൽസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. മാർക്കറ്റിംഗ് എന്താന്നുള്ളത് നിങ്ങൾ പഠിച്ചു. മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നു. ദെൻ ഞാൻ ചോദിക്കുകയാണ്, സെയിൽസ് എന്താന്നുള്ളതും നിങ്ങൾ ഏകദേശം മനസ്സിലാക്കി. സെയിൽസ് എന്ന് പറയുന്നത് സിംപിളി വിൽക്കുക. ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുന്നു, പകരം പൈസ ഇങ്ങോട്ട് മേടിക്കുന്നു. ഓക്കെ, അങ്ങനെ തന്നെ കരുതിക്കോ, ഒരു ട്രേഡിംഗ് കൺസെപ്റ്റ് തന്നെ മനസ്സിലാക്കിക്കോ. പക്ഷെ സെയിൽസിന്റെ ഇമ്പോർട്ടൻസ് എന്താ? വരുമാനം ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കി തരിക. പൈസ, അതായത് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയില് റവന്യൂ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്ന് പറയാം. അതിനു മുമ്പ് നിൽക്കട്ടെ, റവന്യൂ എന്താണ്, പ്രോഫിറ്റ് എന്താണ് എന്നുള്ള ഡിഫറൻസ് അറിയോ? അല്ലെങ്കിൽ ഇൻകം എന്താണെന്നുള്ളത് അറിയോ? റവന്യൂ, ഇൻകം, പ്രോഫിറ്റ്, ഈ 3 സാധനങ്ങൾ കേട്ടിട്ടുണ്ടോ എല്ലാവരും? കേട്ടിട്ടുണ്ട്. എന്താണ് റവന്യൂ, എന്താണ് പ്രോഫിറ്റ്, എന്താണ് ഇൻകം? പ്രോഫിറ്റ് വെച്ചാൽ ലാഭം നമുക്ക് കിട്ടണ.
അപ്പോ ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റ്, ലാഭം. ഓക്കെ, ബിസിനസ്സിൽ കിട്ടുന്ന ലാഭമാണ് പ്രോഫിറ്റ്. അപ്പൊ റവന്യൂ എന്താ? റവന്യൂ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സിൽ ടോട്ടൽ കിട്ടണ മണി Then what is income? Income. പൈസ. അപ്പൊ ഇൻകം മണി എനിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് കിട്ടുന്ന പൈസ ഉണ്ടാക്കുക, പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറയില്ലേ? ഞാനങ്ങനെ മനസ്സിലായിരുന്നു. ഓക്കെ, പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നതിനാണോ നമ്മൾ ഇൻകം എന്ന് പറയാ? അല്ല, ഒരു ബാക്കി വരുന്ന പൈസയാണോ? ബാക്കി വരുന്ന പൈസ, പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കി ബാക്കി വരുന്ന പൈസ, ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടോ? അതെന്താ? അല്ല, എല്ലാ എക്സ്പെൻസ് കഴിഞ്ഞിട്ടും കിട്ടുന്ന മണി പ്രോഫിറ്റ്. ഓക്കെ, അതാണ് പ്രോഫിറ്റ്. ഓക്കെ, ഞാൻ ചോദിച്ചത് ഇൻകം ആണ്. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഗൂഗിൾ ചെയ്തോ. ഞാൻ നിങ്ങൾ എങ്ങനെ ഗൂഗിൾ ചെയ്യിപ്പിക്കുന്ന വേറെ ഒന്നല്ല, സെൽഫ് ലേണിംഗ് പാർട്ട് ഇതിൽ പഠിച്ചേ പറ്റൂ. നിങ്ങളുടെ ബാച്ച് കഴിയാറായി. അപ്പൊ സെൽഫ് ലേണിംഗ് പാർട്ട് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഷിഫാന, അസ്ന, റഹീഷ ക്യാമറ ഓൺ ചെയ്തേ. നസാഫ്, ഷംന ക്യാമറ ഓൺ ചെയ്തേ. അതിൽ ഷെരീഫയും ഫെമിദയാണ് പുറത്താണ് എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവരും പുറത്തല്ലല്ലോ? എല്ലാവരും ക്യാമറ ഓൺ ചെയ്തോ. ഷിഫാന, സെക്കൻഡ്, നിങ്ങൾക്ക് ഇവിടെ പാട്ട് കേൾക്കുന്നുണ്ടോ? നോയ്സ് എന്തെങ്കിലും കേൾക്കും? നല്ല പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, തന്നെ ഇറ്റ്സ് ഫൈൻ. പിന്നെ കുഴപ്പമില്ല. ഇവിടെ നല്ല പാട്ട് വെച്ചിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യിപ്പിക്കാൻ. ഓക്കെ, ഫെമിദ് എന്തിനാ നോ എന്ന് പറഞ്ഞേ? ഓക്കെ, പാട്ട് കേൾക്കുന്നില്ല എന്നാണല്ലേ? ഓക്കെ, ശരി. ഗൂഗിൾ ചെയ്തോ. ഫസ്റ്റ് പ്രോഫിറ്റ് എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ് എന്താന്ന് വെച്ചപ്പോ സെയിം സാധനം എനിക്ക് കിട്ടുന്നുണ്ടാവാം. നമുക്ക് കുറച്ച് പൈസ വന്നു, അതായത് നമ്മുടെ കമ്പനി അക്കൗണ്ടിലോട്ട് കച്ചവടം ചെയ്തിട്ട് പൈസ വന്നു. അപ്പൊ വന്ന സമയത്ത് അതിലൊരു 1000 രൂപ നമുക്ക് പൈസ ഉണ്ട്, അല്ലെങ്കിൽ 1,00,000 രൂപ നമുക്ക് പൈസ ഉണ്ട്. ഓക്കെ, ഇതിനാണ് നമ്മൾ റവന്യൂ എന്ന് പറയാം. ഓക്കെ, റവന്യൂ എന്ന് പറയാം. അപ്പോ എത്രയോ പൈസ അതിലുണ്ടായിക്കോട്ടെ, നമ്മുടെ കമ്പനീന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയോ പൈസ ഉണ്ടായിക്കോട്ടെ, എത്രയോ പൈസ വന്നോട്ടെ, ഇതിനാണ് ടോട്ടൽ എമൗണ്ടിൽ. സിമ്പിൾ ആയിട്ട് പറയുന്നത്, കുറെ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ 3 കൺസെപ്റ്റും പറയുന്നത്. ഈ ടോട്ടൽ എമൗണ്ടിന് നമ്മൾ റവന്യൂ എന്ന് വിളിക്കുന്നു. ഇതിന്ന് എക്സ്പെൻസ് മൊത്തം മാറ്റും. നമ്മൾ സ്റ്റാഫിന്റെ കാര്യങ്ങൾ സ്റ്റാഫിന് കൊടുക്കേണ്ട പൈസ കൊടുക്കും, കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത് അടയ്ക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു പെന്ന്, ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മൾ മേടിച്ചത് 100 രൂപയ്ക്കായിരിക്കും, ഒരു 250 രൂപയ്ക്കായിരിക്കും നമ്മൾ വിറ്റിട്ടുണ്ടാവുക. അപ്പൊ 100 രൂപ ഇതിന്റെ പൈസയാണ്, അതും മാറ്റുന്നു. അപ്പൊ എല്ലാം മാറ്റി നമുക്ക് ലാഭം മാത്രം ഉണ്ടാവുമല്ലോ, ഇതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇൻകം ആണ്. ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽസ് ചെയ്തിട്ട് പൈസ ഇങ്ങോട്ട് വരുന്ന ഒരു സോഴ്സ് ഇല്ലേ, ഇങ്ങനെ വരുന്നില്ലേ, ഈ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻകം എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ ആയിട്ടാ പറഞ്ഞത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ കുറച്ചും കൂടി കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക. പ്രോഫിറ്റ് എന്താ, അല്ലെങ്കിൽ റവന്യൂ എന്താ, ഇൻകം എന്താ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ്. സെയിൽസ് ഒരു കമ്പനിയിൽ നടക്കുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതാ. ഇതൊന്നും കാണാതെ എഴുതി പഠിക്കേണ്ട സാധനമൊന്നുമല്ല, പക്ഷെ എന്നാലും നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് മൈൻഡിൽ സ്റ്റോർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പറഞ്ഞത് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജനറേറ്റ് റവന്യൂ എഴുതിക്കോ. ജനറേറ്റ് റവന്യൂ, ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? ജനറേറ്റ് റവന്യൂ. ഒരു കമ്പനിയില് പൈസ നല്ലോണം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്താ സംഭവിക്കുക? ഒരു കമ്പനിയില്, ഒരു ബിസിനസ്സില് പൈസ നല്ലോണം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ലാഭം ഉണ്ടാവും, പ്രോഫിറ്റ് കൂടും. ഓക്കെ, പ്രോഫിറ്റ് നല്ലോണം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? കമ്പനി ഗ്രോത്ത് ഉണ്ടാവും. ഇവിടെ ഗ്രോത്തും കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ ബ്രാഞ്ചസ് ഇടാൻ പറ്റും,
പുതിയ പുതിയ ബ്രാഞ്ചസ് വന്ന ആ കമ്പനി നിലവിലുള്ള ഇത്രയുള്ള കമ്പനി നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർക്ക് നമുക്ക് ജോലി അവസരങ്ങൾ കൊടുക്കാൻ പറ്റും, പുതിയ എംപ്ലോയീസിന് കുറെ പേര് വരാൻ പറ്റും. ഇങ്ങനൊക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും സംഭവിക്കുന്ന എന്താ, പ്രോഫിറ്റ് വീണ്ടും ഭയങ്കരമായിട്ട് കൂടും. ഇതിനൊക്കെ സെയിൽസ് അവിടെ നല്ല രീതിക്ക് നടക്കണം. അപ്പൊ രണ്ടാമത്തെയാണ് ഹെൽപ്സ് ടു ബിസിനസ് ഗ്രോ. ഹെൽപ്സ് ടു ബിസിനസ് ഗ്രോ. ഹെൽപ്സ് ടു ബിസിനസ് ഗ്രോ. helps to business grow. ഒറ്റ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ഈ പാട്ട് വെക്കുന്നുണ്ട് കാരണം ഒന്ന് ഓഫ് ചെയ്യാൻ പറയണം. ഓക്കെ ഓക്കെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതി. ഒന്ന്, ബിസിനസ് റവന്യൂ കൂടും. രണ്ട്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കും. ദെൻ മൂന്നാമത്തെ ഒന്ന് പറഞ്ഞേ, മൂന്നാമത്തെ എന്തായിരിക്കും? തൊഴിൽ സാധ്യത കൂട്ടുന്നു. തൊഴിൽ സാധ്യത കൂട്ടും. ഇതൊക്കെ ബിസിനസ് ഗ്രോത്തിൽ ഇൻക്ലൂഡഡ് ആവുന്ന സാധനം. ഒറ്റൊരു പോയിന്റും കൂടെ പറഞ്ഞാൽ മതി. കസ്റ്റമേഴ്സിനായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ് കറക്റ്റ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡായി വരും. സെയിൽസ് നടക്കുന്നതിലോടുകൂടി കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡ് ആവും. മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്തും അവിടെ റിലേഷൻഷിപ്പ് ബിൽഡായി വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി ആ ഒരു കസ്റ്റമറിന് ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് അത് സെയിൽസ് നടക്കുന്ന സമയത്താണ്. ബിൽഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. ബിൽഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഓക്കെ, ബിൽഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെയിൽസ് ആണ്. ടൈപ്സ് ഓഫ് സെയിൽസ് ആണ്. ടൈപ്സ് ഓഫ് സെയിൽസ്. സെയിൽസിന്റെ പലതരം ടൈപ്പുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് സെയിൽസ്. ഒന്നാമത്തെയാണ് ഡയറക്റ്റ് സെയിൽസ്. ഡയറക്റ്റ് സെയിൽസ്. ഡയറക്റ്റ് സെയിൽസ്. ഈ പേരിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായ? ഡയറക്റ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യാം, ആരും ഹെൽപ്പ് ഇല്ലാതെ. ആരും ഹെൽപ്പ് ഇല്ലാതെ ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ മീൻസ് ഒന്നുകൂടെ ഇടനിലക്കാരില്ലാതെ. മിഡിൽ മാൻ ഇല്ലാതെ സെയിൽ ചെയ്യുന്നതിനാണ് പറയുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ഈ കർട്ടന്റെ ആൾക്കാരൊക്കെ വരൂലേ വീട്ടിലേക്ക്? കർട്ടണോ? ഓക്കെ. ഡോർ ടു ഡോർ സെയിൽസ് നടക്കുന്ന എന്തും ഡയറക്റ്റ് സെയിൽസ് ആണ്. B2B മിഡിൽ ബി അങ്ങനെ പറയാം. അത് ബിസിനസ് മോഡലാണ്. നമുക്ക് അങ്ങനെ എക്സാക്ട്ലി B2B എന്ന് പറയാൻ പറ്റൂല. ബിസിനസ് മോഡലാണ്. അതിൽ തന്നെ പല ടൈപ്സ് ഓഫ് സെയിൽസ് നടക്കുന്നുണ്ടാവും. B2Bന്റെ ഉള്ളിൽ തന്നെ കുറെ സാധനങ്ങൾ നടക്കുന്നുണ്ടാവും. ഓക്കെ, സോ കംപ്ലീറ്റ് ചെയ്ത് പറയല് പോസിബിൾ അല്ല. ദെൻ കർട്ടൺ എന്ന് പറഞ്ഞാൽ ഡോർ ടു ഡോർ സെയിൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡോർ ടു ഡോർ സെയിൽസ്. ഡോർ ടു ഡോർ സെയിൽസ് എന്ന് നിങ്ങൾക്കറിയാം. ഡോർ ടു ഡോർ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോർ ടു ഡോർ ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഡോർ ടു ഡോർ ഡെലിവറി എന്നുള്ളത്? ഈ കുടുംബശ്രീന്റെ ഒക്കെ പ്രൊഡക്റ്റ് വീട്ടിലൊക്കെ കൊണ്ടെടുക്കൂലേ, അതാണോ? സെയിൽസ് ഹോൾസെയിൽ സെയിൽസ് അല്ല, ഡെലി മിഡിൽ മാൻ വരും. കുടുംബശ്രീന്റെ ഐറ്റംസ് കൊണ്ടുവരുന്നത് ഇത് എന്തിന്റെ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ? ഈ അച്ചാറൊക്കെ ആയിട്ട് വരൂലേ വീട്ടിലേക്ക്, ഡയറക്റ്റ് ആയിട്ട് സെൽ ചെയ്യാം. അതൊക്കെ ഡയറക്റ്റ് സെയിൽസ് ആണ്. ഓക്കെ, ഞാൻ ചോദിച്ചത് ഡോർ ടു ഡോർ ഡെലിവറി, ഡോർ ടു ഡോർ സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇതിൽ ഡോർ ടു ഡോർ സെയിൽസ് മാറ്റി വെച്ചേക്ക്. ഡോർ ടു ഡോർ ഡെലിവറി എന്താണെന്ന് അറിയോ? ഈ ഡോർ ടു ഡോർ ആമസോൺ
അതൊക്കെ അതൊക്കെയാണോ? അതായത് വീട്ടിലേക്ക് സാധനം എത്തിക്കുന്നതാ, നമ്മൾ അവിടെ പോയി വാങ്ങുന്നതിന് പകരം സാധനം വീട്ടിലേക്ക് എത്തിക്കണാണോ? ഡെലിവറി ബോയ് ത്രൂ. ഒന്നും കൂടി ഒന്ന് സിമ്പിൾ ആക്കി പറഞ്ഞോളൂ. ഫുഡിന്റെ ഡെലിവറി ഹോട്ടലിൽ നിന്ന് നേരെ നമ്മളെ വീട്ടിലേക്ക് എത്തിക്കുക. കറക്റ്റ്. അതായത് ഡോർ ടു ഡോർ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഡോർ ടു ഡോർ എന്ന് പറയുന്നത് ഒരു സാധനം പിക്ക് ചെയ്യുന്നു, നമ്മുടെ വീട്ടിൽ തന്നെ കൊടുന്നു തരുന്നു. അത് ഫുഡ് അതൊന്നുമില്ല. ഡോർ ടു ഡോർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, ഒരു സാധനം പിക്ക് ചെയ്യുന്നു, എക്സാക്ട് ഇതേ ലൊക്കേഷൻ, നമ്മൾ എവിടെ പറയുന്ന അതേ ലൊക്കേഷനിൽ തന്നെ വരുന്നു. ഓക്കെ, ഇപ്പോ ഇതൊക്കെ ബേസിക്സ് ആണ്. ഒരു ബിസിനസ് എന്ന് പറയുന്ന സമയത്ത്, ഒരു മാർക്കറ്റിംഗ്, ഒരു സെയിൽസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും നമ്മുടെ സിലബസിലുള്ളതും നമ്മുടെ ടോപ്പിക്കും അല്ല, പക്ഷെ കംപ്ലീറ്റ്ലി ഒരു ജനറലി അറിഞ്ഞിരിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയും മൈന്യൂട്ട് ആയിട്ട് ഉള്ളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. ഡോർ ടു ഡോർ എന്ന് പറഞ്ഞത് സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഒരു സാധനം പിക്ക് ചെയ്യുന്നു, നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞ എക്സാക്ട് ലൊക്കേഷനിൽ വരുന്നു. നിങ്ങൾ ആരെങ്കിലും പ്രൊഫഷണൽ കൊറിയറിലോട്ടോ അല്ലെങ്കിൽ ST കൊറിയറിലോട്ടോ അല്ലെങ്കിൽ DTTC കൊറിയറിലോട്ടോ ഒക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഇതൊന്നും എല്ലാതും നമ്മുടെ വീട്ടിൽ കൊടുന്നു തരൂല. ഇവർ ഓഫീസിൽ എത്തിച്ചു കഴിഞ്ഞാൽ വിളിച്ചു പറയും, ഇന്ന സ്ഥലത്താണ് ഓഫീസ്, ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഇത് ഡോർ ടു ഡോർ അല്ല. ഈ കൊറിയർ സർവീസ് നടക്കുന്നത് അവരുടെ ഓഫീസിലാണ്. പിന്നെ നമ്മൾ പോയിട്ട് വേണം അത് പിക്ക് ചെയ്ത് വരാൻ. അതിന് ഡോർ ടു ഡോർ എന്ന് പറയൂല. ഡോർ ടു ഡോർ എന്ന് പറയുന്നത് നമ്മുടെ എക്സാക്ട് ലൊക്കേഷനിലോട്ട് സാധനം എത്തിച്ചേരുന്നതിനാണ് ഡോർ ടു ഡോർ എന്ന് പറയാം. ഇവിടെ ഡോർ ടു ഡോർ സെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. ഡയറക്റ്റ് സെയിൽസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡോർ ടു ഡോർ. നേരത്തെ ഫസീല പറഞ്ഞതുപോലെ ആരുണ്ടായിരുന്നു അച്ചാറ്? കുടുംബശ്രീന്റെ അച്ചാർ എത്തിച്ചു തരുന്ന കാര്യവും, അല്ലെങ്കിൽ നേരത്തെ എന്തായിരുന്നു, എന്ത് വെക്കാൻ വരിക പറഞ്ഞ മാക്സി കർട്ടൻ കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആരായിക്കോട്ടെ നമ്മുടെ വീട്ടിലോട്ട് ഈ ഒരു സാധനം ബാഗ് തൂക്കി വരുന്നുണ്ടോ, ഡോർ ടു ഡോർ ആണ്. ഇതിനൊക്കെ ഡോർ ടു ഡോർ സെയിൽസ് എന്നാണ് പറയാ. ഇനി അതല്ല, നിങ്ങളൊരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഓക്കെ, ഇവിടെ നടക്കുന്നതും ഈ കമ്പനി ഡയറക്ട്ലി തന്നെ നമുക്ക് വരികയാണ്. അഡ്മിഷൻ കൗൺസിലിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതും ഡയറക്റ്റ് സെയിൽസിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത് എത്തിക്കോ, സ്പീഡിൽ നമുക്ക് പോവാം. രണ്ടാമത്തെ എത്തിക്കോ, ഇൻസൈഡ് സെയിൽസ്. ഇൻസൈഡ് സെയിൽസ് ഇൻസൈഡ് സെയിൽസ് ഇൻസൈഡ് സെയിൽസ് എന്താ ഇൻസൈഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ? ആ പേരിന് നിങ്ങൾ വായിക്കേണ്ട ഡയറക്റ്റ് ഇൻസൈഡ്, ആ പേരിന് നിങ്ങൾക്ക് മനസ്സിലായതാണ് പറഞ്ഞു തരേണ്ടത്. എന്താ ഇൻസൈഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ? ഫോൺ കോൾ വഴിയുള്ള ഓർഡേഴ്സ്. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെ വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ? ഇമെയില് വഴി. ഇമെയിൽ വഴി. ഓക്കെ, അതാണോ ഇൻസൈഡ് സെയിൽസ്? അതോ ഒരു കമ്പനീന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും മാളിന്റെ എന്തെങ്കിലും ഷോപ്പിന്റെ ഉള്ളിൽ നടക്കുന്ന സെയിൽസിനാണോ നമ്മൾ ഇൻസൈഡ് സെയിൽസ് എന്ന് പറയാം? ശരിക്കും എന്താണ് ഇൻസൈഡ് സെയിൽസ്? നമ്മളൊരു സാധനം കാണാണ്ട് പർച്ചേസ് ചെയ്യുന്നില്ല, അതാണോ? കാണാണ്ട് പർച്ചേസ് ചെയ്യേ? ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും. പറഞ്ഞോളി ഫസീല, പറഞ്ഞോളി. എനിക്ക് കത്തിയത് ഇൻസൈഡ് എന്ന് പറയുമ്പോ പരിചയക്കാർക്കിടയിലെ ഉള്ള സെയിൽസ് ആണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് തോന്നിയത്. ഓക്കെ, പരിചയക്കാർക്കിടയിലുള്ള സെയിൽസ്. നസാഫ് എന്തായിരുന്നു പറഞ്ഞേ? ഞാൻ പറഞ്ഞത് നമ്മള് ഫോൺ വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓൺലൈൻ ത്രൂ ഒക്കെ നോക്കുന്നത് ഇൻസൈഡ്. ഓക്കെ, പിന്നെ റഹീഷ് എന്താ പറഞ്ഞേ? കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് വിളിക്കൂലേ സെയിൽസ് മാനൊക്കെ? കോൾഡ് കോൾ. അതൊക്കെ. അതായത് ഇൻസൈഡ് സെയിൽസ് നോർമലി ആദ്യത്തെ ഒരു ബാച്ച് മാത്രമാണ് ഇങ്ങനൊരു ആൻസർ പറഞ്ഞത്. ബാക്കി എല്ലാ ബാച്ചും ഞാൻ ചോദിക്കും, ഞാൻ എങ്ങനെ ചോദിക്കും ഓരോ ടോപ്പിക്, ഇതെന്ന് എന്താ മനസ്സിലായി, അങ്ങനെ പറഞ്ഞാൽ എന്താ സാർ ഞാനൊന്ന് ലീവ് ചെയ്തു. ഓക്കെ ക്ലാസ്സിന് കയറണം നിർബന്ധമല്ല, നിങ്ങൾ പുറത്തല്ലേ. ഓക്കെ, മെജോറിറ്റി ആൾക്കാരും പറയുന്നത് എന്താണെന്നറിയോ? ഇൻസൈഡ് സെയിൽസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് പറയുന്നുണ്ടാവുക ഒരു ഓഫീസിന്റെ ഉള്ളിൽ നടക്കുന്ന സെയിൽസ്, ഒരു ഷോപ്പിന്റെ ഉള്ളിൽ നടക്കുന്ന സെയിൽസ്, ഒരു മാളിന്റെ ഉള്ളിൽ നടക്കുന്ന സെയിൽസ്. ഇങ്ങനെയാണ് ആൻസർ റെസ്പോണ്ട് കിട്ടുന്നുണ്ടാവുക. ആദ്യത്തെ ഒരു ബാച്ചാണ് അല്ലെങ്കിൽ 2 ബാച്ചാണ്.
B4 B5 ആണല്ലോ, ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ റെസ്പോൺസ് കിട്ടുന്നത്. അതായത് ഇൻസൈഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഓൺലൈൻ ആയിട്ട് അല്ലെങ്കിൽ റിമോട്ട് ആയിട്ട് സെയിൽ ചെയ്യുന്നതിനാണ് ഇൻസൈഡ് സെയിൽസ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇമെയിൽ ത്രൂ സെയിൽസ് നടന്നേക്കാം, അതല്ല വാട്സപ്പ് ത്രൂ മെസ്സേജ് വാട്സപ്പിലൂടെ ഉള്ളതൊക്കെ പറ്റൂലേ? യെസ് കറക്റ്റ് വാട്സപ്പിലൂടെ നടന്നേക്കാം, ഫോൺ കോൾ ത്രൂ സെയിൽസ് നടന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് ത്രൂ എന്തെങ്കിലും ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ വെക്കുമല്ലോ, വീഡിയോ കോൾ ഒക്കെ ചെയ്യുമല്ലോ, ഇങ്ങനൊക്കെ സെയിൽസ് നടന്നേക്കാം. ഇതിനൊക്കെ നമ്മൾ പറയാ ഇൻസൈഡ് സെയിൽസ് എന്നാണ് പറയാം, ഇൻസൈഡ് സെയിൽസ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഔട്ട്സൈഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ? ഔട്ട്സൈഡ് സെയിൽസ്, ഇൻസൈഡ് സെയിൽസ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഔട്ട്സൈഡ് സെയിൽസ് എന്താ? നമ്മുടെ ഡയറക്റ്റ് ഷോപ്പിലൂടെ മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റിൽ കസ്റ്റമർ അല്ലേ പോകുന്നേ? ഷോപ്പിക്ക് പോയിട്ടുള്ള ഷോപ്പൊക്കെ പോയി പഠിക്കുന്നതാണോ? അവിടെ പോയി ഓർഡർ കളക്ട് കമ്പനീസിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ? ഔട്ട്സൈഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി, ഇവിടെ നിങ്ങൾ എല്ലാവരും പറയുന്നത് കസ്റ്റമർ ആസ്പെക്റ്റിലാ. കസ്റ്റമർ മാർക്കറ്റിൽ പോയി, കസ്റ്റമർ ഓഫീസിൽ പോയി, കസ്റ്റമർ ഇവിടെ വന്ന്, അതല്ല. ഇവിടെ സെയിൽസ് ആണ്, സെയിൽസ്മാൻ ആണ് ആള്. സെയിൽസ്മാന് നമ്മുടെ ഓഫീസിന്റെ പുറത്തിറങ്ങി പോയി സെയിൽസ് ചെയ്യും, ഫീൽഡിൽ ഇറങ്ങി സെയിൽസ് ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, അതായത് ആ ഒരു കസ്റ്റമേഴ്സിന്റെ അടുത്തുള്ള ഡയറക്റ്റ് മീറ്റിംഗ് ആയിരിക്കാം. ഇതിനാണ് നമ്മൾ ഔട്ട്സൈഡ് സെയിൽസ് എന്ന് പറയാം, ഔട്ട്സൈഡ് സെയിൽസ് എന്ന് പറയുന്നുണ്ടാവാം. ഓക്കെ, ഇന്നലെ ഞാനും ഫാറൂഖും തമ്മിൽ ഉള്ള സംസാരത്തില് നിങ്ങൾ റീറ്റെയിൽ സെയിൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫാറൂഖ് പറഞ്ഞു ഞാൻ റീറ്റെയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ റീറ്റെയിൽ സെയിൽസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു റീറ്റെയിൽ വേണ്ട, B2B ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താ ഈ ഹോൾസെയില്, എന്താ ഈ റീറ്റെയില്, എന്താ ഈ B2B, എന്താണ് B2C, അല്ലെങ്കിൽ എന്താണ് C2C, എന്താണ് D2C, ഇതൊക്കെ അറിയോ? കുറച്ചൊക്കെ അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ കേട്ടായിരുന്നു B2B B2C ഒക്കെ. നമ്മുടെ ഓഫീസിൽ B2B എന്ന് വെച്ചാൽ ബില്ലടിക്കുന്നത് ഞാൻ എങ്ങനെയാണ്, ഇപ്പൊ നമ്മളൊരു വേറെ ഷോപ്പിലേക്ക്, വെയർ ഹൗസിൽ നിന്ന് ഷോപ്പിലേക്ക് B2B അടിക്കുന്നത് സിംഗിൾ ആയിട്ട് നമ്മളെ വ്യക്തികളായിട്ട് വരില്ല, അത് B2Cയിലേക്ക് ബില്ലടിക്കുന്നത്. അതെനിക്ക് മനസ്സിലായത് B2B B2C എന്നാണ്. ഓക്കെ, അതാണ് മനസ്സിലായത് എന്താണെന്നുള്ളത്. നമുക്കിപ്പോ അതിനെ പറ്റി ഡീപ്പായിട്ട് സംസാരിക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കോർ കൺസെപ്റ്റ് ആണ്. ലൈക്ക് ഒരു ബിസിനസ് ശരിക്കും ഈ ഹോൾസെയിൽ, റീറ്റെയിൽ, B2B B2C, സാസ് SaaS എന്ന് പറയും, സാസ്, പിന്നെ D2C എന്ന് പറയും, C2C എന്നൊക്കെ പറയും. ഇതൊക്കെ ശരിക്കും ബിസിനസ് മോഡലുകളാണ്. ഓക്കെ, ബിസിനസ് മോഡലുകളാണ്, ബേസ് ആണ്, വളരെ നല്ല ഫൗണ്ടേഷൻ ആണ്, അറിഞ്ഞിരിക്കുക. നമുക്ക് ആദ്യം ഹോൾസെയിൽ എന്താന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നസാഫ് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, നസാഫ് ഹോൾസെയിൽ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? എന്തെങ്കിലും ഹോൾസെയിൽ സെന്ററിലാണോ? അതെ, ഓക്കെ. അപ്പൊ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഹോൾസെയിൽ? ബൾക്കായിട്ട് കച്ചവടം നടത്തുന്നതാണ്. ബൾക്കായിട്ട് കച്ചവടം നടത്തുന്നതാണോ? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കുറേ ബിസിനസ്സുകളുണ്ട്, ഞാൻ ബൾക്കായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക, അപ്പോ അത് ഹോൾസെയിൽ ബിസിനസ് ആകുമോ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടോ. നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് ആൻസർ, കറക്റ്റ് ആണത്. പക്ഷെ ഞാൻ ഒന്നും കൂടി ഞാൻ ഇടയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അത് ഷെയർ മാർക്കറ്റ് വരില്ലേ, കുറെ ബിസിനസ് കൂടി ചേരുന്നൊക്കെ. ഷെയർ മാർക്കറ്റ് വേറെ. നമുക്ക് ഇപ്പൊ ബിസിനസ്സിന് ബൾക്കെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അത് തന്നെയാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് കൂടുതൽ നമുക്ക് വെയർ ഹൗസിൽ നിന്ന് വേറെ ഷോപ്പിലേക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് വ്യത്യാസമുണ്ടോ? B2B ആണ് വ്യത്യാസം പറഞ്ഞത്. B2Cയിൽ ഡിസ്കൗണ്ട് കുറയുന്നതാണെന്ന് തോന്നുന്നു, അങ്ങനെയല്ല ഉണ്ടാവും. ഓക്കെ, നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കി എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പല വട്ടം ഇവിടെ പറഞ്ഞു. അജ്ഫാന, ഷഹീദ, ഷഹദ, ഷെരീഫ, അസ്ന. റേഞ്ച് കിട്ടണില്ല, കട്ടാവുന്നുണ്ട്. ഷഹീദ് ഓഫ് ചെയ്തോ, ഷഹീദ് ഇടക്കിടക്ക് പറയുന്ന ഒരു കേസാണ് അത്. അങ്ങനെയാണെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തോ. അജ്ഫാനന്റെ ഇഷ്യൂസ് എന്താ? അജ്ഫാന, അസ്ന എല്ലാരും ക്യാമറ ഓൺ ചെയ്തേ.
അതുപോലെ ഹനാ നൗഫൽ. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്തിരിക്കരുത് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ട് വല്ല പബ്ലിക് സ്പീക്കിങ്ങിന്റെ സാധനമോ അല്ലെങ്കിൽ ഞാൻ പുറത്തായില്ലത്. പുറത്താണുള്ളത്. ഓക്കെ, ഞാൻ ഈ പുറത്തുള്ള ആൾക്കാരെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. മെജോറിറ്റി ക്ലാസ് എങ്ങനെയെന്ന് നോക്കാൻ വേണ്ടിട്ട്, വേറെ ഒന്നുമില്ല. ഫനന മാത്രമല്ല, എല്ലാം മൊത്തത്തിൽ പറഞ്ഞതാ. കുറെ ആൾക്കാരെ പുറത്താണ് തിരക്കിലാണ് ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് എല്ലാ ക്ലാസ്സും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് നോക്കും. സർ ഞാൻ ചെലപ്പോ ലെഫ്റ്റ് ഔട്ടാ. ആരത്? എന്തേ? 2 വില്ലന്മാരെ റൂമിലിട്ടിട്ടാ ഞാൻ ക്ലാസ്സിലിരിക്കണേ. അവസ്ഥ നോക്കണേ, പാവം. ഞാൻ 2 വില്ലന്മാരെ കൂടെയാണ് ഇരിക്കുന്നത്. ഇത് അല്ല, ഇത് ചോരക്കളിയാവും മിക്കവാറും. അങ്ങനെ പോയിക്കോളെ. അല്ല, ഇപ്പൊ ഒന്ന് അമർന്നാണ്. ഇനി ഉണ്ടാവുമ്പോ ഞാൻ പെട്ടെന്ന് ചിലപ്പോ ലെഫ്റ്റ് ആയി പോകും. ഓക്കെ ഓക്കെ. നിങ്ങളെ മക്കൾ എത്രയിലാ? 2ലും 3ലും. 2ലും 3ലും ആണ്. അപ്പൊ കുറച്ച് ഓക്കെ. ഉമ്മ ഉംറക്ക് പോയി ഇന്നലെ. അപ്പൊ ആ വീട്ടിൽ ആരുമില്ല. ഉപ്പാന്റെ അടുത്ത് ആക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഓക്കെ, കുഴപ്പമില്ല ഫൈൻ. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഹോൾസെയിൽ എന്ന് പറഞ്ഞാല്, ഓക്കെ, ഹോൾസെയിൽ എന്ന് പറഞ്ഞാല് എവിടെ നസാഫ് പോയോ? നസാഫ് പറഞ്ഞത് തന്നെയാണ്. ഹോൾസെയിൽ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അതായത് അതിന് മുമ്പ് ചോദിക്കട്ടെ, ഹോൾസെയിൽ എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഹോൾസെയിൽ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഓപ്പൺ ആയിട്ട് പറയണം, ഹോൾസെയിൽ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ. ഹോൾസെയിൽ എല്ലാവർക്കും ഹോൾസെയിൽ എന്താണെന്ന് അറിയുമോ? ഓക്കെ, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ റിഷാന എന്താ ഹോൾസെയിൽ എന്ന് പറഞ്ഞാ? ഹോൾസെയിൽ എന്ന് പറയുമ്പോ ഇപ്പോ പ്രൊഡക്ട്സ് വിലക്കുറവിൽ ഇങ്ങനെ ഔട്ട് സൈഡിൽ സെല് ചെയ്യുന്നല്ലേ. ഓക്കെ, ഷെരീഫ എന്താണ് ഹോൾസെയിൽ എന്ന് പറഞ്ഞാ? ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പ്രൊഡക്റ്റ് കൂടുതലായിട്ട് എടുക്കുക. മറ്റേ നമ്മൾ സാധാരണ റീറ്റെയിൽ ആയിട്ട് വാങ്ങുമ്പോൾ ഉള്ള പ്രൈസും ആവില്ല. കറക്റ്റ്. എല്ലാവരും മീൻ ചെയ്യുന്ന ഒന്നാണ്. ഒന്നുകൂടി ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു ഷോപ്പിൽ നിന്ന് വേറെ ഷോപ്പിലോട്ട് ഒന്നും വേണ്ട. നിങ്ങള് കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് അറിയോ? ഓക്കെ, ഞാൻ ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഈ ഒരു സാധനം പറഞ്ഞു കൊടുക്കലുണ്ട്. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും ഒക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാണ്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ പുതിയ സ്റ്റാൻഡിന്റെ ബാക്കില് സെഞ്ചുറി മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട്. ഓക്കെ, ഈ അത് വലിയ മാള് സെറ്റപ്പ് അല്ല, കുറെ ബിൽഡിങ്സ് ആണ്. ഇത് ആക്ച്വലി ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ആണ്. ഓക്കെ, ഹോൾസെയിൽ മാർക്കറ്റ് ആണ്. ഇതെന്താ, ഡ്രസ്സാണ് അവിടെ കൊടുക്കുന്നത്. അവിടെ പോയിട്ട് ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ നല്ല വില കുറവായിരിക്കും. ഇവിടുന്ന് ആൾക്കാര് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നത്. ഓക്കെ, പക്ഷെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അവിടെ ബൾക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ഇട്ട ഈ ഒരു ഡ്രസ്സ്, ഓക്കെ, ഈ ഒരു ഡ്രസ്സിന്റെ സൈസ് ലാർജ് ആണെന്ന് കരുതാം. ഓക്കെ, ഇതേ സെയിം കളറിലുള്ള എമ്മും ലാർജും XL-ഉം XXL-ഉം എല്ലാ സൈസും ഞാൻ എടുക്കേണ്ടി വരും. ഓക്കെ, അവിടെ അങ്ങനെ കിട്ടുള്ളൂ, നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. പക്ഷെ വില കമ്മിയിൽ കിട്ടും. ഈ സാധനങ്ങൾ കൊണ്ടുപോയി റീറ്റെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുകിട സംരംഭം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ നോർമലി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഷോപ്പിലോട്ട് പോകുന്നില്ലേ? സാധനങ്ങൾ മേടിക്കുന്നില്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 1, 2, 3 നമുക്ക് കിട്ടുന്നില്ലേ? അപ്പൊ ഈ ഹോൾസെയിൽ ഡീലേഴ്സിന്റെ അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് ഇവർ സാധനം എടുക്കും, വിച്ച് മീൻസ് ബൾക്ക് ചെയ്തിട്ട് എടുക്കും. പക്ഷെ റേറ്റ് കുറവുമായിരിക്കും. എന്തിനാ? ഇവർക്ക് കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാ ബൾക്ക് ചെയ്തിട്ട് എടുക്കും. ബൾക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ വില കുറവുമായിരിക്കും. വില കുറച്ച് നമ്മൾ കൊണ്ടുവരുന്നു. ഇവിടുന്ന് ഈ ഒരു പെന്നാണ് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് മേടിച്ചത് 10 രൂപയ്ക്കാണ്. റീറ്റെയിൽ ഷോപ്പിൽ വരുന്നു, ഒരു 15 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ ഇവിടെ നടന്നതിനാണ് നമ്മൾ റീറ്റെയിൽ സെയിൽസ് എന്ന് പറയാ. ഇവിടെ നടന്നതാണ് നമ്മൾ ഹോൾസെയിൽ സെയിൽസ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഹോൾസെയില്, ഇതാണ് റീറ്റെയില്. സ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്ക്. ക്ലിയർ ആയതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് മൂവ് ചെയ്യാം. ഉണ്ടോ? ഹന, റഹീഷ, അജ്ഫാന, ഹോൾസെയിലും റീറ്റെയിലും പക്കയായിട്ട് മനസ്സിലായോ? അസ്നയ്ക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഓക്കെ, സോ ഇനിയാണ് ഞാൻ പറയുന്നത് B2B, B2C. ഇവിടെ നസാഫ് പറഞ്ഞു. നസാഫ് അവിടെ ആക്ച്വലി അക്കൗണ്ടന്റ് ആയിട്ടല്ലേ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്?
അത് ബില്ലിംഗ് എന്താണ് അക്കൗണ്ടന്റ് ആണ്? രണ്ടും എല്ലാം ഞാൻ തന്നെ അവിടെ, വേറെ അറിയില്ല. എല്ലാം ഞാനാണ് അവിടുത്തെ മെയിൻ. ഓക്കെ, അപ്പൊ അവിടെ ബില്ല് ചെയ്യുന്ന സമയത്ത് B2B B2C എന്നൊക്കെ ബില്ലിൽ എഴുതുന്നുണ്ട്. ഓക്കെ, അതാണ് നസാഫ് പറഞ്ഞത്. ചില ബില്ലിൽ ഞാൻ B2C എന്ന് എഴുതും. 1-2 സാധനങ്ങൾ പോകുമ്പോ, വലിയ സാധനങ്ങൾ പോകുമ്പോ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് B2B എന്ന് ടൈപ്പ് ചെയ്യും. ഇങ്ങനെയല്ലേ നസാഫ് പറഞ്ഞേ? അതെ. യെസ്, B2B അവിടെ. അതുകൊണ്ടാണ് ഞാൻ നസാഫിനോട് അങ്ങനെ പറഞ്ഞത്. ഹോൾസെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അങ്ങോട്ട് ചോദിക്കാനുള്ള റീസണും അത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. B2C എന്ന് പറഞ്ഞാല് ഒരു ബിസിനസ് ഒരു കസ്റ്റമറിലോട്ട് സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനാണ് നമ്മൾ B2B എന്ന് പറയുന്നത്. സോറി, B2C എന്ന് പറയാം. ഒരു ബിസിനസ് കസ്റ്റമറിലോട്ട് ഒരു സാധനം മൂവ് ചെയ്യുന്നുണ്ടെങ്കിലാണ് എന്താ പറയാ, B2C എന്ന് പറയുന്നുണ്ടാവാം. ഓക്കെ, ഇനി B2B ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിനാണ് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനാണ് നമ്മൾ B2B എന്ന് പറയാ. നമ്മൾ ചിലരോട് ചോദിക്കും നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താ, ബിസിനസ് മോഡൽ എന്താ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാം, എന്റെ B2C ആണ്, എന്റെ B2B ആണ്, അല്ലെങ്കിൽ ഹോൾസെയിൽ ആണ്, എന്റെ റീറ്റെയിൽ ആണ്, ഇങ്ങനൊക്കെ പറയും. നിങ്ങൾ സാധനങ്ങള് ഞാൻ ചോദിക്കട്ടെ, അജ്ഫാന അവിടെ അല്ലേ? അജ്ഫാന, ഓക്കെ, അജ്ഫാന പുറത്താന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലെ? സോറി, റിഷാന. നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങുന്നില്ലേ? നമ്മൾ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങുന്നത് ഇത് B2B ആണോ B2C ആണോ നമ്മൾ പോയി വാങ്ങുന്നത്? ആരോട്? എന്നോടാ? അല്ല, റിഷാന. ഹലോ, എന്താ പറഞ്ഞ? ഹലോ, ഹായ്. ആ, എന്നാലും നസാഫിനായിരുന്നു ആ പ്രശ്നം. ഹലോ, ക്വസ്റ്റ്യൻ ഒന്നും കേട്ടില്ല. ഞാൻ ചോദിച്ചത് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് സാധനം മേടിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ഒരു ഷാള് മേടിച്ചിട്ട് വന്നു എന്നുണ്ടെങ്കിൽ അവിടെ നടന്ന ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് B2B ആണോ B2C ആണോ? ഈ റീറ്റെയിൽ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയില് B2C. B2C. ഓക്കെ, ഹന, അത് B2C തന്നെയാണോ? നമ്മ പോയി മേടിച്ചല്ലേ, അപ്പോ ബിസിനസ് ടു കസ്റ്റമർ. അതായത് ഒരു ബിസിനസ് ഒരു കസ്റ്റമറിലോട്ടാണ് സാധനം എത്തിച്ചിട്ടുള്ളത്. ദെൻ B2B. ഇപ്പോ റിഷാന ഒരു ഷോപ്പിൽ പോയി ഷാൾ എന്ത് ചെയ്തു, മേടിച്ചു. ഈ ഷോപ്പിലോട്ട് ഈ ഷാള് കൊണ്ടുവരണല്ലോ. ഈ ഷാള് കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുന്നത് വേറൊരു ഷോപ്പിൽ നിന്ന് സാധനം എടുത്തിട്ടാ. ഈ ഷോപ്പിൽ നിന്ന് സാധനം എടുത്തിട്ടാണ് ഈ ഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ ഇവിടെ നടന്ന ബിസിനസ് മോഡൽ എന്താ? B2B. ഒരു ബിസിനസ്സിന്ന് മറ്റൊരു ബിസിനസ്സിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോ B2B. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോ നസാഫിന് ഇപ്പൊ മനസ്സിലായോ എന്താണ് B2Bയും എന്താണ് B2Cയും? ഇത്രയേ ഉള്ളൂ. നസാഫിന്റെ ഷോപ്പിൽ നിന്ന് ആരെങ്കിലും ബൾക്ക് ചെയ്ത് സാധനം എടുത്ത് അവരവിടെ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊരു ബിസിനസ്സുകാരാണ് അത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് B2B ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി B2C ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് ആൾക്കാർ അവരുടെ ഇഷ്ടത്തിന് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേടിക്കുമ്പോഴാണ് B2C ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതന്നെയല്ലേ ഹോൾസെയിലും റീറ്റെയിലും? ഹോൾസെയിലും റീറ്റെയിൽ, അത് ഹോൾസെയിൽ എന്ന് പറയുന്നത് എന്താ? B2B മോഡലാണ്. മറ്റേത് റീറ്റെയിൽ എന്ന് പറയുന്നത് B2Cയുമാണ്. ഹോൾസെയിൽ വേറെ, റീറ്റെയിൽ വേറെ. B2C എന്ന് പറയുന്നത് റീറ്റെയിലും B2B എന്ന് പറയുന്നത് B2B എന്ന് പറയുന്നത് ഹോൾസെയിലും. കറക്റ്റ്. അപ്പോ നിങ്ങൾ ചോദിച്ചത് B2B തന്നെ അല്ലേ ഹോൾസെയിൽ എന്നുള്ള മീനിങ്ങിലല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ബിസിനസ് മോഡൽ ഓക്കെ കേട്ടോ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ബിസിനസ് മോഡൽ ഓക്കെ. എനിക്ക് നസാഫിന് നല്ല പരിചയമുണ്ട്. ഓക്കെ, നസാഫും ഞാനും പണ്ട് മുതലേ സുഹൃത്തുക്കളാണ്. നസാഫിന് ഒരു ബിസിനസ് ഉണ്ട്. ഓക്കെ, ആ ബിസിനസ്സിൽ ഒരു പ്രൊഡക്ട്സും ഉണ്ട്. കുറെ ഫുഡ് ബയേഴ്സ് ആണെന്ന് കരുതിക്കോ. ഞാൻ അവിടെ പോയിട്ട് ഈ പരിചയത്തിൽ എടുക്കുന്ന സമയത്ത് നസാഫ് എനിക്ക് B2B റേറ്റിൽ തന്നു, അല്ലെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ സാധനം തന്നു. ഹോൾസെയിൽ റേറ്റില് എനിക്ക് സാധനം തന്നു. ഞാൻ മേടിച്ചത് എനിക്കും എന്റെ ഫാമിലിക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹോൾസെയിൽ റേറ്റിനാണ് സാധനം തന്നെ. ഇവിടെ നടന്ന ബിസിനസ് B2B സെയിൽസ് ആണോ നടന്നത്? B2C അല്ലേ, കസ്റ്റമർക്കല്ലേ കൊടുത്തത്? കസ്റ്റമർക്കാ കൊടുത്തത്. അപ്പൊ അവിടെ എടുത്തിട്ടില്ലല്ലോ, ബൾക്ക് ചെയ്തിട്ട് എടുത്തിട്ടില്ല, സിംഗിൾ ആയിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തന്ന റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ്. ഓക്കെ ആണ്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ നടന്ന സെയിൽസ് ഏതാ?
B2C അല്ലേ? B2C ആണ്. അപ്പോ B2 BL അറിയാം. നമ്മളിപ്പോ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഇപ്പൊ എന്റെ Case ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓർഡർ ഒക്കെ വന്നാൽ B2B ബില്ലടിച്ചു വിടും. ഓക്കെ. പക്ഷെ B2B നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ B2B B2C നിങ്ങളിപ്പോ അവിടെ മാറ്റി നിങ്ങൾ കംപ്ലീറ്റ് ആ ബില്ലിങ്ങിലാണ്, ബില്ലിംഗ് ആസ്പെക്റ്റിലാണ് തിങ്ക് ചെയ്യുന്നത്. ബില്ലിംഗ് ആസ്പെക്റ്റിൽ വായിച്ചോളാം, അതില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഹോൾസെയിൽ റേറ്റിൽ എനിക്ക് തന്നു, സാധനം തന്നു. ഓക്കെ, ഹോൾസെയിൽ റേറ്റിൽ എനിക്കും എന്റെ ഫാമിലിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം തന്നു. പക്ഷെ ഞാനത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. അപ്പൊ ഇവിടെ B2B സെയിൽസ് ആണെന്ന് പറഞ്ഞത്, B2B സെയിൽസ് ആണെന്ന് പറഞ്ഞത്, B2C സെയിൽസ് ആണെന്ന് പറഞ്ഞത്. B2C എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ B2Cയും ഹോൾസെയിലും സെയിം ആയപ്പോ അത് ശരിയാണ്, കസ്റ്റമർക്കല്ലേ കൊടുത്തത്. ഇത് ചെറിയൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഒരു സാധനം നിങ്ങൾക്ക് പറഞ്ഞു ബിസിനസിന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ അത് B2B ആവാനാണ്. പക്ഷെ നമ്മള് അത് ഡീപ്പായിട്ട് നോക്കുമ്പോ ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ഹോൾസെയിലും B2Bയും മാച്ച് ചെയ്ത് വെക്കണ്ട. ഓക്കെ, ഹോൾസെയിൽ ആണെങ്കിൽ B2B അങ്ങനെ മാച്ച് ചെയ്ത് വെക്കണ്ട. അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വളഞ്ഞു വന്നിട്ടുള്ളത്. ഇവിടെ ശരിക്കും റേറ്റേ തന്നിട്ടുള്ളൂ. ഇവിടെ ശരിക്കും നടന്നത് B2C സെയിൽസ് തന്നെ. ഹോൾസെയിലിന്റെ റേറ്റ് മാത്രമേ ഇവിടെ ഇട്ട് തന്നിട്ടുള്ളൂ. മനസ്സിലായോ? നസാഫ് ഞാനും പരിചയമുള്ളത് കൊണ്ട് എനിക്ക് ഹോൾസെയിലിന്റെ റേറ്റ് മാത്രം ഇട്ട് തന്നിട്ടുള്ളൂ. അപ്പൊ എന്റെ 150 രൂപേന്റെ സാധനം മേടിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. ആ 80 രൂപ എനിക്ക് ഇട്ട് തന്നിട്ടുള്ളൂ. പക്ഷെ ശരിക്കും അവിടെ നടന്ന സെയിൽസ് എന്ന് പറയുന്നത് B2C ബിസിനസ് ടു കസ്റ്റമറാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഹോൾസെയിൽ എന്ന് പറയുന്നത് B2Bയും റീറ്റെയിൽ എന്ന് പറയുന്നത് B2Cയും അങ്ങനെ കംപ്ലീറ്റ്ലി മാച്ച് ചെയ്യണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ശരിക്കും ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് ബൾക്ക് ചെയ്തിട്ട് സാധനം കൊണ്ടുപോവുക B2B ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അല്ലെങ്കിൽ സാധനം കൊണ്ടുപോകുന്നത് റീറ്റെയിൽ ചെയ്യുന്ന B2C ചെയ്യുന്ന ആൾക്കാരാണ് ഹോൾസെയിൽ ഷോപ്പിൽ വന്നിട്ട് സാധനം കൊണ്ടുപോകുന്നുണ്ടാവുക. ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും തമ്മിലുള്ള ഡിഫറൻസ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് വെച്ചിട്ട് ക്ലബ് ചെയ്തിട്ട് ഓവർ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോ ഹോൾസെയിൽ എന്താന്നുള്ളതും റീറ്റെയിൽ എന്താന്നുള്ളതും B2B എന്താന്നുള്ളതും B2C എന്താന്നുള്ളതും മനസ്സിലായോ? മനസ്സിലായി. ദെൻ ഇനി C2C കേട്ടിട്ടുണ്ടോ? C2C കേട്ടിട്ടുണ്ട്. എന്താ C2C എന്ന് പറഞ്ഞാ? കസ്റ്റമറും അങ്ങനെ ഞാൻ കേട്ടേക്കണം. കസ്റ്റമർ ടു കസ്റ്റമർ. ഓക്കെ, അതൊരു ബിസിനസ് മോഡലാണോ? അപ്പൊ അല്ല, വേറെന്തോ പേരുണ്ടെന്ന് ഞാൻ മറന്നു. ഓക്കെ, കൺസ്യൂമർ എന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കൺസ്യൂമർ കേട്ടിട്ടുണ്ട്. കൺസ്യൂമർ ശരിക്കും എന്താ? ഒരു കസ്റ്റമറും ഒരു കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? കസ്റ്റമർ പറയുമ്പോ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് സാധനം മേടിക്കുക, അത് കസ്റ്റമർ. അത് സാധനം നമ്മൾ മേടിച്ച സാധനം യൂസ് ചെയ്യണ ആള് കൺസ്യൂമർ. അതായത് ഇപ്പോ നസാഫിന് ഒരു 2 മക്കളുണ്ടെന്ന് കരുതിക്കോ. 2 മക്കളുണ്ട്. അപ്പൊ നസാഫിന്റെ മൂത്ത മോൻ പറയാണ്, ഉപ്പ എനിക്കൊരു പെന്ന് വേണമെന്ന് പറയാണ്. അപ്പൊ നസാഫ് ഒരു ഷോപ്പിൽ പോയി ഒരു പെന്ന് മേടിച്ചു. ഇപ്പൊ ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് നസാഫും നസാഫിന്റെ മൂത്ത മോൻ ആ പെന്ന് കൊണ്ടുപോയി യൂസ് ചെയ്തു. അപ്പൊ പെന്ന് ഇങ്ങനെ എഴുതുന്നത് ആരാ? നസാഫിന്റെ മൂത്ത മോനാ. അപ്പൊ നസാഫിന്റെ മൂത്ത മോനാണ് ഇവിടെ എന്ത്? കൺസ്യൂമർ. അപ്പൊ കൺസ്യൂമർ നേരത്തെ ഹന പറഞ്ഞതുപോലെ യൂസ് ചെയ്യുന്ന ആളും കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണോ മേടിക്കുന്നത് ഇവരാണ് കസ്റ്റമർ. ഓക്കെ, അപ്പൊ C2C എന്ന് പറയുന്നത് ഒരു ബിസിനസ് മോഡലാണ്. C2C എന്ന് പറയുന്നതും ഒരു ബിസിനസ് മോഡലാണ്. ഇങ്ങനെ എന്തെങ്കിലും ബിസിനസ് മോഡൽ മൈൻഡിലോട്ട് വരുന്നുണ്ടോ? കൺസ്യൂമർ ടു കൺസ്യൂമർ എന്നാക്കാം. കൺസ്യൂമർ ടു കൺസ്യൂമർ ആണ് എക്സാക്ട് ടൈം C2C. അപ്പൊ C2C എന്തെങ്കിലും ബിസിനസ് മോഡൽ നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്നുണ്ടോ? യൂസ് ചെയ്യുന്നത് കാറൊക്കെ. ഓക്കെ, കാർ യൂസ് ചെയ്യുന്നത് ഓക്കെ ഫൈൻ. ഇതിന് അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് ഇതിന്. അതൊരു C2C ബിസിനസ് മോഡലാണ്. OLX. കറക്റ്റ്, OLX. ഈ OLX എന്താ ചെയ്യുന്നത്? ഒരു കൺസ്യൂമർ, ഇത് യൂസ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ വേറൊരു കൺസ്യൂമർ ആണ് ഈ സാധനം സെല് ചെയ്യുന്നത്. ഈ ബിസിനസ് മോഡൽ എന്താ? C2C, കൺസ്യൂമർ ടു കൺസ്യൂമർ. ഓക്കെ, അപ്പോ B2Bയും C2Cയും ദെൻ B2Cയും
ഹോൾസെയിലും റീറ്റെയിലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. ദെൻ ഇനി നമുക്ക് സാസ് എന്ന് പറയും. SaaS, സാസ് കേട്ടിട്ടുണ്ടോ? സാസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. SaaS, സാസ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പോഡ്കാസ്റ്റ് ഒക്കെ കാണുന്ന കൂട്ടത്തിലാണോ? കേട്ട പരിചയപ്പെടുത്തി എന്താ തരുന്നു? ഓക്കെ, സാസ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറയാം. ഷഹദ കേട്ടിട്ടുണ്ടോ സാസ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. എന്താ അത്? നിങ്ങൾ ഈ ഷഹദ ഇരിക്കണ ഇരുത്തും നോക്കണ്ട കേട്ടോ. ഷഹദ മെന്റലിസ്റ്റ് ആണ്. സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ അങ്ങനെ എന്തോ അല്ലേ? അങ്ങനെ എന്താ? ഒരു ഡൗട്ട്. അങ്ങനെ അതായത് നമ്മുടെ ആപ്പ് വഴി അല്ലെങ്കിൽ ഫോൺ ത്രൂ ഒക്കെ അങ്ങനെ അതാണോ? കംപ്ലീറ്റ് അറിയില്ല. അതന്നെയാണ് പറയുന്നത്. നിങ്ങളൊന്ന് പറ, എന്താ സാധനം എന്ന് പറ. അതന്നെ സോഫ്റ്റ്വെയർ വഴി ഉപയോഗിക്കുന്ന അങ്ങനെ ആ രീതിയില്. നിങ്ങൾ സാധനം പറയണ്ട, ഇങ്ങോട്ട് വരുന്നില്ല സാധനം. അത് കംപ്ലീറ്റ് ആക്ക്. സാസ് എന്ന് പറഞ്ഞാല് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, സാസ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടാവും. ഓക്കെ, ഇത്രേ ഉള്ളൂ. സാസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ട്, എൻ്റെ IT കമ്പനിയാണ്. ഓക്കെ, എൻ്റെ ഒരു IT കമ്പനിയാണ്. ഓക്കെ, പെട്ടെന്ന് എന്തോ ഒരു തല എന്തോ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, IT കമ്പനിയാണ്. എൻ്റെ കമ്പനിയിൽ കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, നിങ്ങളിപ്പോ വാട്സപ്പ് പോലെ ഇൻസ്റ്റഗ്രാം പോലെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ സോഫ്റ്റ്വെയറുകളോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ കമ്പനിയിൽ ആക്ച്വലി ഞാൻ ചെയ്യുന്ന IT കമ്പനിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഒക്കെ ഉള്ള കമ്പനിയാണ്. അപ്പൊ ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു. ആ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ നിങ്ങളുടെ എജുസാപ്പ് ഇല്ലേ? എജുസാപ്പ് എല്ലാവർക്കും അറിയാലോ. എജുസാപ്പ്, നിങ്ങളുടെ എജുസാപ്പ് പോലെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ബിൽഡ് ചെയ്തു. എന്നിട്ട് ഞാൻ സ്കില്ലേജ് പോലുള്ള പല സ്ഥാപനങ്ങൾക്കും, അത് ശരിക്കും എന്താ, ഒരു സ്റ്റുഡന്റ് മാനേജ്മെന്റ് പോർട്ടലാണ് എജുസാപ്പ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു സ്റ്റുഡൻസിനെ മൊത്തം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോർട്ടലാണ് എജുസാപ്പ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോ ഇത് എന്ത് ചെയ്യുന്നു, ഞാൻ സ്കില്ലേജ് പോലുള്ള പല സ്ഥാപനങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നു. എന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറാണ്. ഓക്കെ, ഈ ഒരു സർവീസ് കൊടുക്കുന്നു. ഇതിനാണ് നമ്മൾ സാസ് സെയിൽസ് എന്ന് പറയാ. സാസ് സെയിൽസ് എന്ന് പറയാ. ഇവിടെ ഞാൻ ബിൽഡ് ചെയ്ത പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, സാസ് പ്രൊഡക്റ്റ് എന്ന് പറയാ. അതായത് ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എജുസാപ്പ്, നമുക്ക് ഏതോ ഒരു കമ്പനി എജുസാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ സ്കില്ലേജിലോട്ട് തന്നിട്ടുണ്ട് എന്നതുപോലെ, സ്കില്ലേജിന് തരുന്നത് പോലെ തന്നെ അവർ ഒരുപാട് അക്കാഡമീസിനും ഒരുപാട് കോളേജസിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഒരു സാസ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇതൊരു സാസ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ പറയും, സെയിൽസ് ചെയ്യണോ, സാസ് സെയിൽസ് ചെയ്തോ, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സെയിൽസ് ചെയ്യണോ, സാസിന്റെ സെയിൽസ് ചെയ്തോ, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയെന്നുള്ളത് നമുക്ക് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഫാറൂഖ് കൂടെ ഉണ്ടായിക്കോട്ടെ. ഫാറൂഖിന് അത് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആവും. കാരണം ഫാറൂഖ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ ആണ്. കറന്റ് ഇപ്പൊ ബാംഗ്ലൂരാണല്ലേ, റീറ്റെയിൽ ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. സെയിൽസ് എന്ന് പറയുന്ന ഫീൽഡ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സ്വിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കാനുള്ള ഒറ്റ റീസൺ എന്ന് പറയുന്നത്, ആൾക്ക് കുറച്ചും കൂടി ഗ്രോത്തിലോട്ട് എത്തിക്കാം, കുറച്ചും കൂടി നല്ല രീതിക്ക് പൈസ ഒക്കെ കിട്ടുന്ന ഏരിയ എന്നുള്ളതാണ്. ഈ സാസ് പോലുള്ള സെയിൽസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ലക്ഷങ്ങൾ, ലാക്സ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എങ്ങനെ നമുക്ക് അത്രയും റവന്യൂ കിട്ടുക, എത്രയും നമുക്ക് പൈസ എങ്ങനെ കിട്ടുക, അത്രയും കമ്മീഷൻ എങ്ങനെ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സാസ് എന്താണെന്ന് അത് മനസ്സിലായില്ലേ? അതായത് സോഫ്റ്റ്വെയറിൽ വിൽക്കുന്നതാണോ? എനിക്ക് ശരിക്കും കത്തില്ല. അതായത് ഇപ്പൊ എജുസാപ്പ്, ഇപ്പൊ സ്കൂളിന് ഓരോ സ്കൂളിന് പാരന്റ് ആപ്പ്, സ്റ്റുഡന്റ് ആപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ആപ്പ് കൊടുക്കുന്നതാണോ ഈ സാസ് പറയണത്? അപ്പൊ അത് ത്രൂ എങ്ങനെ ഇപ്പോ എല്ലാവർക്കും സെയിൽസ് ചെയ്യാ? അത് മാറിയെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. സാസ് സെയിൽസ് എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. ആ പ്രൊഡക്റ്റ്, ആ ഒരു ആപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആപ്പ് നിങ്ങൾക്ക് തരികയാണ്, ഫസീലയ്ക്ക് തരികയാണ്. ഫസീലയ്ക്ക് ഇപ്പൊ ഒരു സ്ഥാപനം ഉണ്ട്.
ഓക്കെ, ഫസീലിന്റെ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ബൊട്ടീക്കാണ്. അപ്പൊ ബൊട്ടീക്ക് ആണെന്നുണ്ടെങ്കിൽ ഫസീലയ്ക്ക് അവിടെ ബില്ലടിക്കാൻ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ വേണം. ബില്ലൊക്കെ അടിച്ചു കൊടുക്കാൻ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ എൻ്റെ ഒരു IT കമ്പനിയാണ്. എൻ്റെ അടുത്ത് ഒരു ബില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ബില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ എൻ്റെ അടുത്തുണ്ട്. ഞാൻ അത് ഫസീലയ്ക്ക് തരികയാണെങ്കിൽ, ആ സോഫ്റ്റ്വെയർ ഞാൻ ഫസീലയ്ക്ക് തരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നടന്ന സർവീസിനാണ് സാസ് സർവീസ് അല്ലെങ്കിൽ സാസ് എന്ന് പറയുന്നുണ്ടാവുക. ഇവിടെ നടന്ന സെയിൽസിനാണ് സാസ് സെയിൽസ് എന്ന് പറയുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ഞാൻ ബിൽഡ് ചെയ്ത ഈ ഒരു പ്രൊഡക്റ്റിനാണ് നമ്മൾ പറയാ സാസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ടാവുക. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമ്മുടെ സിലബസേ അല്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ബേസിക്സ് നിങ്ങൾ അറിയണം. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. അതിനാണ് ഇത് പറഞ്ഞു തരുന്നത്. ഫസീലയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോ നമ്മൾ ഫൈനലി ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഒന്നും എന്താണ് ഹോൾസെയിൽ എന്നുള്ളതും, എന്താണ് റീറ്റെയിൽ എന്നുള്ളതും, എന്താണ് B2C എന്നുള്ളതും, എന്താണ് B2B എന്നുള്ളതും, ദെൻ പിന്നെന്തായിരുന്നു C2C എന്താണെന്നുള്ളതും, ദെൻ പിന്നെ സാസ് ആണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫൈനലി നമുക്ക് ഒറ്റ കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം, D2C. കറക്റ്റ്, D2C. ബ്രോക്കർ പരിപാടിയാണോ D2C ഒക്കെ? ബ്രോക്കർ പരിപാടിയല്ല. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ചുമ്മാ ഒരു ഗസ് അടിച്ച. അത് ശരി. D2C ഡീലർ ടു കസ്റ്റമർ ആണ്, അങ്ങനെയാണോ? ഡയറക്റ്റ് ടു കസ്റ്റമർ. ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു ടാസ്ക് തരാണ്. D2C എന്താന്ന് ഗൂഗിൾ ചെയ്തിട്ട് വാ. ഫസ്റ്റ് നമ്മൾ നാളെ ഇത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും D2C എന്താന്നുള്ളത്. റിസർച്ച് ചെയ്തോ? എന്താ റഹീഷ് എന്താ പറഞ്ഞേ? ഒന്നും പറല. അല്ലല്ല, ഞാന് സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്യാണ്. ഓക്കെ, വെബ്സൈറ്റിലൂടെ ഒക്കെ സെല് ചെയ്യണതാ? ഒന്നും പറയണ്ട, ഇപ്പൊ ആരൊന്നും പറയണ്ട. അതൊക്കെ ഓക്കെ, കൈൻഡ് ഓഫ്. ഷഹീദ പറഞ്ഞത് കറക്റ്റ് ആണ്. D2C എന്താ? D2C ബ്രാൻഡുകളും കൂടെ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്തോ. ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും അല്ല, ഫേമസ് ആയിട്ടുള്ള D2C ബ്രാൻഡുകൾ കൂടെ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്തോ. ഓക്കെ, ഇപ്പൊ തന്നെ ഗൂഗിൾ ചെയ്തപ്പോ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരാളും പറയണ്ട, നാളെ ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ, ഇന്ന് എടുത്ത ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം ചോദിച്ചു. ഈ SaaSന്റെ ഫുൾ ഒന്നും കൂടെ പറഞ്ഞു തരുവാ? FASO സാസ് ഫുൾ ഫോം എന്താ? സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, FMCG പ്രൊഡക്ട്സ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. FMCG പ്രൊഡക്ട്സ് കേട്ടിട്ടുണ്ടോ? ഒരു പരിചയം. നല്ല പരിചയമുണ്ട്. റഹീഷ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഹിസാന കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. ടൈപ്സ് ഓഫ് സെയിൽസ് ഏരിയ സെർല. എന്താ ചാറ്റ് കണ്ടില്ല. ടൈപ്സ് ഓഫ് ഏരിയ സെർ ലാസ്റ്റ് എടുത്ത് ടൈപ്സ് ഓഫ് സെയിൽസിന്റെ ഇടയിൽ വേറെ ടോപ്പിക് കയറി വന്നതാണ്. ടൈപ്സ് ഓഫ് സെയിൽസ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ വേറെ ടോപ്പിക് കയറി വന്നതാണ്. നമ്മൾ ബിസിനസ് മോഡലുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയതാണ്. ഓക്കെ, FMCG എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. ഒരു എക്സാമ്പിൾ പറ. ഈ ഒരു ടൈം പീരീഡ് കൊണ്ട് അടിച്ച് നോക്കിണ്ടാവോ? അല്ലല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒന്ന് ഡീപ്പായിട്ട് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അതേപോലെ D2C വെച്ചിട്ട് നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവുന്ന പ്രൊഡക്ട്സ് ഏതാ? സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവുന്ന പ്രൊഡക്ട്സ് എന്താ?
അതന്നെ ഇതിൽ ഏറ്റവും FMCയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കണ പ്രൊഡക്ട്സ് ഒക്കെ അല്ലേ ഉണ്ടാവുക? സ്റ്റിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. നാളെ ഡിസ്കസ് ചെയ്യാം. നാളെ സ്റ്റാർട്ടിങ് തുടങ്ങാൻ ഒരു ടോപ്പിക് വേണ്ടേ, അതിന് വൈകിട്ടിട്ടെന്നാ. ഓക്കെ, അപ്പൊ D2Cയും FMCGയും വെച്ചിട്ടായിരിക്കും നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ദെൻ നമ്മൾ സെയിൽസിന്റെ ടൈപ്പ് ഏതാന്നുള്ള 1-2 ടൈപ്പും കൂടി നമ്മൾ പറയും. സെയിൽസിന്റെ ടൈപ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ടൈപ്സ് ഓഫ് സെല്ലിംഗ് ഉണ്ട്. പല സെയിൽസ് ചെയ്യുന്ന സമയത്തും ആൾക്കാർക്ക് നമ്മൾ ഭയങ്കര വെറുപ്പെരിക്കാരം. ഓക്കെ, നമ്മളാണ് സെയിൽസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സെയിൽസ്മാന്റെ ഫ്രണ്ടിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അവന്മാരോട്. കാരണം എന്താ വെച്ചാൽ സെയിൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരിക നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സാധനം ഇവൻ പറഞ്ഞ് നമ്മളെ കൊണ്ട് എടുപ്പിക്കും എന്നുള്ള പേടിയായിരിക്കാരം. ഓക്കെ, അല്ലെങ്കിൽ ഈ സെയിൽസ്മാൻ കുറേ നേരം സംസാരിക്കും എന്നുള്ളതായിരിക്കാരം. ഓക്കെ, അല്ലെങ്കിൽ അവൻ അവന്റെ സാധനത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതായിരിക്കാരം. ഇതൊക്കെ അല്ലാതെ എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാളെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ടൈപ്സ് ഓഫ് സെല്ലിങ്ങിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ടൈപ്സ് ഓഫ് സെല്ലിംഗ്. ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യുന്നത് എന്നതുപോലെ എങ്ങനെ നമ്മൾ ഒരു കസ്റ്റമറിനെ കണ്ടിട്ട് മനസ്സിലാക്കി സെയിൽ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ഓക്കെ ഓക്കെ, സോ എനിവേ താങ്ക് യു. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir.